മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ICUയിൽ കിടക്കുന്ന വാമനെയും പിന്നീട് പുറത്തെത്തിയതിന് ശേഷം പ്രതാപനെയും വലിച്ചു കീറുന്നുണ്ട് മഹാലക്ഷ്മി. നിങ്ങളും വാമനും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ വാമൻ തന്ന കൊട്ടേഷൻ പ്രകാരമാണ് നിങ്ങൾ കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തതും കണ്ണേട്ടൻ്റെ കാലുകൾ തളർത്തിയിട്ടതിനും കാരണമായതെങ്കിൽ കാലം നിങ്ങളോട് കണക്ക് തീർക്കാതിരിക്കില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് വല്ലാതാവുന്നുണ്ട് പ്രതാപൻ. പിന്നീട് നിൻ്റെ ഭാര്യ എന്നെ മാറ്റി നിർത്തി പിച്ചും പേയൊക്കെ പറയുകയാണെന്ന് പ്രതാപൻ കണ്ണനോട് പറയുമ്പോൾ അങ്ങനെ ഇയാൾ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പിച്ചും പേയും ആയിരിക്കില്ല, സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇയാൾ പറയൂ എന്ന് ചുട്ട മറുപടി തന്നെ പ്രതാപന് കൊടുക്കുന്നുണ്ട് കണ്ണൻ. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ആ കണ്ണിൽ ചോരയില്ലാത്ത ലോറി ഡ്രൈവറെ എന്നെങ്കിലും എൻ്റെ മുന്നിൽ തെളിവ് സഹിതം കിട്ടാതിരിക്കില്ല. അതിനുള്ള കണക്ക് ഞാനായിരിക്കും അയാളോട് നേരിട്ട് തീർക്കാൻ പോകുന്നത് എന്നുള്ള കണ്ണൻ്റെ വാക്കുകൾ കേട്ട് വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് പ്രതാപൻ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന മഞ്ജുവിനെ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് മേഘൻ. നിൻ്റെ സ്വന്തം അമ്മാവനല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, എന്നിട്ട് നിനക്ക് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നിയില്ലല്ലോ എന്ന് സീമന്തിന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ ഇഷ്ടം, ഏട്ടത്തിയെ കൊല്ലാൻ വേണ്ടി കിണക്കിണി ഒരുക്കിയിട്ടല്ലേ അമ്മാവൻ ഹോസ്പിറ്റലിലായത് എന്ന് മഞ്ജു പറയുമ്പോൾ ഇന്ന് ഒരുത്തനുമായിട്ട് നീ ബൈക്കിൽ അവൻ്റെ തോളിൽ കൈവച്ചൊക്കെ പോകുന്നത് കണ്ടല്ലോ എന്ന് ആരാവെന്ന് മേഘൻ ചോദിക്കുമ്പോൾ അത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നേരം ക്ഷേത്രത്തിലായിരുന്നു, എൻ്റെ കഠിന വ്രതത്തിന് ഫലം കിട്ടാൻ അന്നദാനം കഴിപ്പിച്ചിട്ടുള്ള വരവാണ്, അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ആരുടെയും ബൈക്കിൽ കയറി ചുറ്റിക്കറങ്ങിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സീമന്തിനി വീണ്ടും മേഘനെ എരിപിരി കയറ്റിക്കൊണ്ട് പറയുന്നുണ്ട്, നീ അവൾ പറയുന്നത് ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് മേഘ, അവൾ അമ്പലത്തിൽ അന്നദാനത്തിന് പോയെന്നല്ലേ പറഞ്ഞത്, നീ അമ്പലത്തിലേക്കൊന്ന് വിളിച്ചു നോക്കുക, അപ്പോൾ സത്യം അറിയാലോ. നീ അവളെ ഇങ്ങനെ കയറൂരി വിടാതെ മുൻപ് തന്നെ അവളിൽ ഒരു നിയന്ത്രണം വയ്ക്കണമായിരുന്നു, അത് ചെയ്യാത്തതിൻ്റെയാണ് ഇപ്പോൾ ഈ കിടന്ന് അനുഭവിക്കുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ നീ അവളുടെ സപ്പോർട്ടിന് നിൽക്കും, നിൻ്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു, നീ എന്തായാലും അമ്പലത്തിലേക്കൊന്ന് വിളിച്ചു നോക്ക്, അപ്പോൾ സത്യം അറിയാലോ എന്ന് സീമന്തിനി പറഞ്ഞു കൊടുക്കുമ്പോൾ മേഘൻ അമ്പലത്തിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ അവരിൽ നിന്നും അമ്പലത്തിൽ അങ്ങനെ ഒരു അന്നദാനം നടന്നിട്ടില്ല എന്നുള്ള സത്യം മേഘൻ മനസ്സിലാക്കുമ്പോൾ മഞ്ജു പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് മേഘൻ മനസ്സിലാക്കുമ്പോൾ രക്തം തിളയ്ക്കുന്നുണ്ട് കേട്ടോ മേഘൻ്റെ. അവൾ ആരുമായിട്ടാണ് ബൈക്കിൽ ചുറ്റിക്കറങ്ങിയത് എന്ന് ഇന്ന് തന്നെ കണ്ടുപിടിക്കണമെന്നും മേഘൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. പിന്നീട് വാമിൻ്റെ അടുത്തെത്തിയതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, നട്ടെല്ല് പൂർണ്ണമായിട്ടും തളർന്നു കഴിഞ്ഞു, ഇനി എത്ര നാൾ ഈ കിടപ്പ് കിടക്കേണ്ടി വരും എന്ന് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ ഈ കിടപ്പിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞെന്നും വരില്ല എന്ന് ഡോക്ടർ നടുക്കുന്ന സത്യം പറയുമ്പോൾ അത് കേട്ട് തകർന്ന് തരിപ്പണാവുകയാണ് വാമൻ. ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളെല്ലാം അയാളെ തിരിഞ്ഞു കൊത്തുകയാണല്ലോ, അയാളുടെ നേർക്ക് തന്നെ തിരിച്ചു വരികയാണല്ലോ എന്നുള്ള ഒരു സത്യം ഇതേ സമയം ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോൾ അയാൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് മേഘനാണെങ്കിൽ മഞ്ജു ആരോടൊപ്പമാണ് ചുറ്റിക്കറങ്ങിയത്, ബൈക്കിൽ പോയത് എന്നറിയാൻ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന് അവൻ്റെ വണ്ടി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ബൈക്ക് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാം എന്ന് കരുതിക്കൊണ്ട് ആ പ്രദേശത്തുള്ള കടയിലെ CCTV ദൃശ്യങ്ങൾ, റോഡിലുള്ള CCTV ദൃശ്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ബൈക്കിൻ്റെ ആ നമ്പർ ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മേഘൻ. പക്ഷേ കിടലൊരു ട്വിസ്റ്റാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം ആ ബൈക്കിൻ്റെ നമ്പറും ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന മേഘനാണെന്നുണ്ടെങ്കിൽ മാർക്കോയാണ് ആ വണ്ടിയുടെ ഉടമ എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രൊമോയിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം മേഘൻ മാർക്കോയെ കണ്ട് ഞെട്ടുന്ന പോലെയൊക്കെ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും മാർക്കോയുടെ കൂടിയാണ് മഞ്ജു പോയത് എന്നുള്ള കാര്യം മേഘൻ തിരിച്ചറിയുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്നും വ്യക്തമാകുന്നത്. മിക്കവാറും തൻ്റെ ബൈക്കിനെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന മേഘനെ കണക്കിന് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ മാർക്കോ. ശേഷം സാഗറിനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്, ഇന്നെൻ്റെ ബൈക്കിനെ പിന്തുടർന്ന മേഘൻ വന്നു എന്നും ഞാനും മഞ്ജുവുമായിട്ടാണ് അടുപ്പം എന്നാണ് ആ മണ്ടൻ വിശ്വസിച്ചിരിക്കുന്നത്, ഞാനത് തിരുത്താനൊന്നും പോയില്ല, അങ്ങനെ വിശ്വസിച്ചു കഴിയുന്ന അവൻ്റെ മുന്നിലേക്ക് വേണം സാഗറെ നീ അവളെയും കല്യാണം കഴിച്ചുകൊണ്ട് ചെല്ലാൻ, എങ്കിലേ അവൻ്റെ പതനം പൂർത്തിയാകും, ഇങ്ങനെ ഒരു തിരിച്ചടി അവൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല എന്ന് മാർക്കോ പറയുമ്പോൾ എന്നാലും മാർക്കോ അയാൾ ഒരു ചെകുത്താനാണ് എന്ന് പറയുമ്പോൾ സാഗർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മേഘൻ്റെ അന്ത്യം കുറിക്കുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ സാഗറിനോട്.
അതിനുശേഷം മാർക്കോയുമായിട്ടാണ് മഞ്ജുവിന് അടുപ്പം എന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു മേഘൻ മഞ്ജുവിനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവളുടെ നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ കഴുത്തിൽ ഞെക്കി പിടിച്ച് മഞ്ജുവിനെ കൊല്ലാനൊരു ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്താണ് മഞ്ജു മാനസികമായിട്ടുള്ള അയാളുടെ ചുറ്റിക്കളി, അയാൾക്ക് അതിലൊരു കുട്ടിയുണ്ട് എന്നുള്ള സകല സത്യങ്ങളിലും താൻ മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ നേരെ തുറന്നടിക്കുകയും അയാളെ അവിടെ ഇട്ട് കണക്കിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മഞ്ജു. അപ്പോൾ ഈ ഒരു സമയത്താണ് മഞ്ജു അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്. തുടർന്ന് അയാളോടുള്ള പ്രതികാരം തീർക്കാനായിട്ട് മഞ്ജു ഒരു കാര്യവും ചെയ്യുന്നുണ്ട്. അതായത് അയാൾക്ക് മാനസികമായിട്ടുള്ള അടുപ്പമുണ്ടെന്ന് വരുത്തി തീർക്കുന്ന ആ ഒരു സാഗർ അയച്ചു കൊടുത്തിരിക്കുന്ന ആ വീഡിയോ മഞ്ജു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ അയാളെ എല്ലാവരും നാട്ടുകാരുടെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം താൻ ഇനി സാഗറിനോടൊപ്പം ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ, കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ പേരിൽ ആരും പഴിചാരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ മഞ്ജു അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മേഘൻ്റെ മാർക്കോ പറഞ്ഞതുപോലെ മേഘൻ്റെ അന്ത്യ നിമിഷങ്ങളാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്